കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നതിനകത്ത് പറയുവാണേ, ജഗദീഷ് പറഞ്ഞതുകൊണ്ട് ആ പ്രസ് മീറ്റ് നടത്താൻ ഞാൻ എല്ലാം ഞങ്ങൾ നടത്തിയേനെന്ന്. ജഗദീഷ് പറഞ്ഞപ്പോൾ പനി പിടിച്ചു, ജഗദീഷ് പറഞ്ഞപ്പോൾ ഡാൻസ് കളിച്ചു, ജഗദീഷ് പറഞ്ഞപ്പോൾ ഭാര്യ ഓപ്പറേഷൻ, അങ്ങനെയൊക്കെ പലരെ പറ്റിയും പറയുന്നുണ്ട്. ജഗദീഷ് പറഞ്ഞിരുന്നെങ്കിൽ അല്ല അങ്ങ് നടത്തി, ഇപ്പം അങ്ങ് എല്ലാം ക്ലിയർ ചെയ്തേനെ. ഇങ്ങനത്തെ കോമഡിയൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നോ എന്തോ. ജഗദീഷാണ് പറഞ്ഞത്. ജഗദീഷ് അല്ലേ ഇപ്പോൾ ഇവിടെ പവർ ടീമിൻ്റെ ഹെഡ് ആരാന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആൻസർ ജഗദീഷാണ്. ഇപ്പോൾ പവർ ടീം എന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിനകത്ത് ഒന്നാമത്തെ ആളെ കിട്ടിയല്ലോ. ബാക്കി പറഞ്ഞപ്പോൾ കേട്ട കുറച്ച് പേരുണ്ട്, മുങ്ങിയ ആൾക്കാർ. മൊത്തത്തിൽ ഇപ്പോൾ ഒരു സ്വസ്ഥത ഇല്ലാതെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ബാക്കിയുള്ളവർ. പവർ ടീമേ, ഓരോ ടീമും പവർഫുൾ ആയിരിക്കും. പിന്നെ ഏറ്റവും ഗതികെട്ടവന്മാരുണ്ട്, ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റാത്തവരെല്ലാം പവർലെസ്. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം പവറൊക്കെ കാണും, എന്നാലല്ലേ അവിടെ വരെയെങ്കിലും എത്തത്തുള്ളൂ. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് മലയാള സിനിമയിലെ സ്ത്രീകൾ, സിനിമയിൽ മാത്രമേ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുള്ളൂ. മലയാള സിനിമയിൽ ഇച്ചിരി കൂടുതലാണ് മറ്റ് മേഖലകളെ വെച്ച് നോക്കിയാൽ. ഒരു തൊഴിലിടം എന്ന് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് സിനിമയിലാവാനും അതുപോലെ സംസ്കാരം പോട്ടെ, കലാരംഗത്ത് ഉള്ള ഇപ്പോൾ സംഗീതമായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ്, അത് എന്ത് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല, പെർക്യൂഷൻ ആണെങ്കിലും സ്ട്രിങ്സ് ആണെങ്കിലും വിൻഡ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോമ്പോസിഷൻ ആണെങ്കിലും സിംഗിങ് ആണെങ്കിലും വോക്കൽ, ഏത് ഏരിയ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ പലതും പ്രതീക്ഷിക്കാം. സ്ത്രീകൾ വരുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാൽ പോലും അഭിനയം, എഡിറ്റിംഗ്, ക്യാമറ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവർക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. പിന്നുള്ളത് എന്താ പറയുക, നടികളാണ് ഏറ്റവും കൂടുതൽ. കാരണം അവർക്ക് അങ്ങനെ ഒരു സ്കില്ലും കൂടി ഇല്ല. പാടാനുള്ള കഴിവില്ല, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള കഴിവില്ല. അഭിനയമാകുമ്പോൾ പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്ത സിനിമകളായതുകൊണ്ട് ആരെ വേണമെങ്കിൽ ഇവർക്ക് ചെയ്യിക്കാവുന്ന ഒരു ഈസി പരിപാടി ആയതുകൊണ്ടും കൂടി അവിടെ അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങുന്ന ആളുകൾക്ക് ചാൻസ് കിട്ടാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും. പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇന്നിവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരും അഭിനയിച്ച് നിർത്തിപ്പോയവരും എല്ലാം പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായി കാണുമായിരിക്കാമെന്ന് നമ്മൾ വെറുതെ അങ്ങ് ആലോചിച്ച് ഊഹിച്ച് പലരെ പറ്റിയും പലതും എന്താ പറയണ ചിന്തിച്ചെടുത്ത് വേണമെങ്കിൽ കുറച്ച് സമയം കളയാം. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പരിധിവരെ അവരുടെ ഭാഗത്തൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ മറ്റൊരാളുടെ അവസരം തട്ടി നീക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൈക്കൂലി കൊടുക്കുന്നത് പോലെ ചില പ്രോപ്പർട്ടികൾ കൊടുത്താൽ, പണമല്ല പകരം ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളോടും ഒരു തരത്തിലും എന്താ പറയുക, എനിക്കത് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മളെ ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്നെങ്കിൽ നെപ്പോട്ടിസം, അല്ലെങ്കിൽ ഈ ഫേവറിസം, അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഈ ജാതിയോ മതമോ റെക്കമെൻഡേഷനോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് വെച്ചിട്ട് കഴിവുള്ള ഒരാളെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവർടേക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞ മക്കൾ, ഇവിടുത്തെ ഈ സിനിമാണമാരുടെ മക്കളെല്ലാം എന്ത് കഴിവുണ്ടായിട്ട്, എനിക്ക് ഇവരുടെ കഴിവൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആരുടെയും. കഴിവുള്ളവന്മാർ ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഒരു മോനെ ഇറക്കിയിട്ടുണ്ട് പുതിയത്. എന്തുവാണോ അത്, രണ്ടാമത്തെ മോനാണോ എത്രാമത്തെ മോനാണെന്നറിയത്തില്ല. ഒരു സാധനം വന്നിറങ്ങിയിരുന്ന എന്തൊക്കെയോ പറയുന്ന ആ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 മണിക്കൂർ സംസാരിക്കാനുള്ള സാധനം കിട്ടും. അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ. അയ്യോ, പറയുന്നതൊക്കെ കേൾക്കണം. അച്ഛനും അമ്മയും കൂടെ വളർത്തിക്കൊണ്ട് വന്ന ഒരു സാധനം. പുറലോകമായിട്ടൊന്നും വലിയ ബന്ധമില്ല. വല്ലതൊക്കെ പഠിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ റിയൽ ലൈഫായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ലാത്ത, ഈ പറഞ്ഞ പോലെ കുറച്ച് സമ്പന്നതയിലും അതുപോലെ തന്നെ സൗകര്യങ്ങളിലും ഒക്കെ തന്നെ ജീവിച്ച അയാൾ പറയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ കാണത്തുള്ളൂ. ഇവരിങ്ങനെ അഭിനയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ സിനിമ എന്നൊക്കെ പറയുന്നത്, ഈ കലയെന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ ഈ സൊസൈറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണ് കൂടുതൽ കണക്ട് ആക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, എല്ലാം അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റുന്നത്, എല്ലാം അങ്ങനെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കേ പറ്റത്തുള്ളൂ. ഇയാൾ വല്ല ഓഫീസ് ജോബിലോ വല്ല പ്രത്യേക ഒരു കോഴ്സ് പഠിച്ചിട്ട് മെഡിസിനൊക്കെ പഠിച്ചിരുന്ന ഡോക്ടറായിരുന്നെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല. അത് ഈ രോഗങ്ങൾ അവിടെ ട്രെയിൻ ചെയ്യുമല്ലോ. പക്ഷെ ഇവർക്ക് ഇത് എന്താ കിട്ടിയേക്കുന്നത്, ഇവരുടെ എന്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇവർ ഈ മേഖലയിൽ എത്തിപ്പെട്ടേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആക്ടിങ് സ്കൂളിൽ പോയി കുറച്ച് പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് മാത്രം പോരാ. ഇപ്പോൾ ഇവിടുത്തെ ഈ സമൂഹത്തിൽ ഇറങ്ങി പരിചയമില്ലാത്ത ഒരാൾക്ക് ആക്ടിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ കുറെ കൊല്ലം പഠിക്കേണ്ടി വരും. ഇനി ഇറങ്ങിക്കഴിഞ്ഞ് ഇനിയും പഠിക്കാനുള്ള സമയമുണ്ടല്ലോ, ഇവർക്കൊക്കെ ഒത്തിരി പഠിക്കാമല്ലോ. അതേസമയം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരുത്തിന് അപ്പുറത്ത് ഇത്രയും പഠിക്കാനൊന്നും അവസരം കൊടുക്കേണ്ട, ഒരു ചാൻസ് കൊടുത്താൽ തന്നെ രക്ഷപ്പെടുന്ന ഒത്തിരി പേര് കാണും. അങ്ങനെയുള്ളവർക്ക് അവസരങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ളവന്മാർക്ക് കുറെ അവസരം കൊടുക്കുക. ഇപ്പൊ ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചിരുത്തിയിട്ട് ഒരു പടം പോലും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തുവാന്ന് എനിക്കറിയത്തില്ല. സുരേഷ് ഗോപിയുടെ മോനാന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മോനെ എല്ലാവരും ഒന്ന് റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം.
സുരേഷ് ഗോപിയുടെ മോന് സിനിമ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മോൻ ഇനി സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ എല്ലാവരും പോയി കാണണം. സുരേഷ് ഗോപിയുടെ മോൻ നല്ലൊരു നടനാണെന്ന് എല്ലാവരും പറയണം. സുരേഷ് ഗോപിയുടെ മോന് പല കാര്യങ്ങളും അറിയാം. സുരേഷ് ഗോപിയുടെ മോന്, മോഹൻലാലിന്റെ മോന്, മമ്മൂട്ടിയുടെ മോന്, അങ്ങനെ എല്ലാ മക്കൾക്കും എല്ലാം അറിയാം. ഈ മക്കളല്ലാതെ വേറെ ആരും കേരളത്തിൽ അഭിനയിക്കാൻ അറിയാവുന്നവരില്ല. മക്കൾ അഭിനയിച്ചില്ല ശരിയാകത്തുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ദുരിതമാണെന്നെങ്കിലും ഈ പ്രേക്ഷകന് മനസ്സിലായിട്ട് ഈ വമ്മാരുടെ പടം വരുമ്പോൾ കാണാതിരുന്നുകൂടി. എന്ത് സിനിമ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്തിനും കുഴപ്പമുണ്ടോ? അല്ല വേറെ എല്ലാ ലാംഗ്വേജിലൊക്കെ ഉള്ള സിനിമകളാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമ മൊത്തം കാണാതിരിക്കുന്നതാണ് നല്ലത്. പുറത്തെ ലാംഗ്വേജിലൊക്കെ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വരുന്നവർ കുറവാണ്, ശ്രദ്ധിച്ചറിയാം. പല നടന്മാരും അവർ ആക്ടിങ്ങിന് താല്പര്യമുള്ളത് തന്നെയാണ് വരുന്നത്. ആ രാജ്യത്തിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അപ്പനും അമ്മയും നിർബന്ധിച്ചല്ല പല കോഴ്സും പഠിപ്പിക്കുന്നതും എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതും. അപ്പോൾ അതുകൊണ്ടുള്ള വ്യത്യാസം അതൊക്കെ. ഇവിടെ ആണെങ്കിലും അങ്ങനെയല്ല, അച്ഛനും അമ്മയും പറയുന്നവരൊക്കെ തന്നെ പഠിച്ച് നടന്ന പിള്ളേർക്ക് കൊള്ളാം. അപ്പോൾ അങ്ങനെ പലരും അങ്ങനെയൊക്കെ ആയി പോകും. ഇപ്പം നിർബന്ധിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കുന്നുണ്ട് ഒരു മോനെ, നിർബന്ധമാണ്, അഭിനയിച്ചേ പറ്റത്തുള്ളൂ. കുറേ പ്രാവശ്യമൊക്കെ കുറേ പടത്തിലൊക്കെ അങ്ങ് അഭിനയിപ്പിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ആ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ഈ പേരൻസിന് കൃത്യമായിട്ട് ധാരണ ഇല്ലാത്തത് കൊണ്ട്, അതോ ഇനി വേറെ ഒന്നിനും കൊള്ളാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇങ്ങനെ പേരൻസ് നിർബന്ധിക്കുന്നത് പല കാര്യങ്ങൾക്കും. വേറെ വല്ല പിള്ളേരോടൊക്കെയാണ് അവർ പോകാനെങ്കിലും പറയും, വേറെ പണി നോക്കാൻ പറയും. അതും പറ്റുന്നില്ല എന്നുള്ളതാണ് വേറെ സംശയം. അപ്പോൾ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാക്കാരുടെ ഈ മക്കളെ അവർ പലരും എന്തോ നിവൃത്തികേടുള്ളവരെ പോലെയാണ് തോന്നുന്നത്. അതിന് അപ്പൻ ചെയ്ത പണി തന്നെ ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്തോ? സ്വന്തമായിട്ട് വേറെ കഴിവൊന്നുമില്ല. ഇതിങ്ങനെ ഈ കഴിവാണോ മാറി വരുന്ന ഒരേ ഒരു കഴിവ്? അപ്പൻ നടനാണ്, മകൻ നടനാകും എന്ന് പറയുന്നത് ജനറ്റിക്കലി നടനുണ്ടോ? അങ്ങനെയുണ്ട്. ഇവരുടെയൊക്കെ അപ്പൻ ഈ പറഞ്ഞ സുരേഷ് ഗോപിയുടെ മോഹൻലാലിന്റെ ഒക്കെ തന്ത നടനായിരുന്നു. സിനിമയിലോ നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്ന ആളുടെ മകനായിരുന്നോ ഈ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ജഗതി എന്നൊക്കെ പറയുന്ന ആൾക്കാർ? അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അതിനു മുമ്പ് അവരുടെ അപ്പൻ്റെ അപ്പൻ ഇങ്ങനെ പാരമ്പര്യമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അഭിനയിക്കുന്നതാണെന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ അത് ശരിയല്ല. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇത് കൊള്ളാം. ഇതെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എങ്ങനെ സാധിക്കുന്നതെന്ന്, ഇവർക്കിത് മനസ്സിലാകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ മക്കളെ പൊക്കിയെടുത്തോണ്ട് കാണാൻ പോകുന്നവരുണ്ട്. എന്നാൽ ഇവനൊന്നും അഭിനയിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെങ്കിലും പിന്നെയും പോയിരുന്നും കാണും. എന്നിട്ട് പൊക്കി അടിക്കുന്ന കേട്ടിട്ട് പറയാം ശരിയാണ് വിശ്വസിക്കുന്ന കുറേ ആളുകൾ. ഈ മലയാള സിനിമ നശിക്കുന്ന അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നാശം മൊത്തം ഈ മക്കൾ കാരണമാണ്. മക്കളും ഈ സൂപ്പർ സ്റ്റാർ പദവിയും. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം എന്നുണ്ടായോ അന്ന് മുതൽ സിനിമ നശിച്ചു. പിന്നെ സൂപ്പർ സ്റ്റാർ നശിക്കും എന്ന് കരുതി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ഇവന്മാരങ്ങ് തൊലഞ്ഞു കഴിഞ്ഞാലെങ്കിൽ ഇത് നന്നാവുമെന്ന് വിചാരിച്ചപ്പോൾ അവന്മാരുടെ മക്കളെയും പൊക്കി എടുത്തോണ്ട് വന്ന് വീണ്ടും മുടിപ്പിക്കാനായിട്ട് കുറേ എണ്ണം. അങ്ങനെ മലയാള ഇൻഡസ്ട്രി കൊള്ളവാണ്. കൊള്ളാൻ ആളുകളാരും ഇവരുടെ മക്കളായിട്ട് വന്ന് ഈ സിനിമയിൽ കിടന്ന് ഈ കളിക്കുന്നവരൊന്നും കൊള്ളത്തില്ല. അല്ലാത്തവരുടെ പടങ്ങളൊക്കെ നല്ല സിനിമകളിലൂടെ ഇറങ്ങുന്നുണ്ട്. പലതും തിയേറ്റർ കിട്ടാതെ പോകുന്നുണ്ട്. പലർക്കും അവസരം കിട്ടുന്നില്ല. ഇനി അഥവാ എങ്ങനെയും തട്ടിമുട്ടി എന്തെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞാൽ അതിന് സെൻസർ ബോർഡ് പ്രശ്നം, തിയേറ്റർ പ്രശ്നം, OTT പ്രശ്നം, എല്ലാത്തരം പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. 1 കോടി കിടക്കുന്നതിന് വരെ 2 കോടി വരെ നഷ്ടം ഉണ്ടാക്കും. അത്രയും വരെയൊക്കെ പോകും കാര്യങ്ങൾ. ഇവർക്കൊക്കെ പിന്നെ എളുപ്പമാണല്ലോ. സെൻസർ ബോർഡിനകത്ത് പോലും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പടത്തിന് പോലും അത് കൊടുക്കാതൊക്കെ വിട്ട് കളയും. ചിലപ്പോൾ രജനീകാന്തിന്റെ പടം ഞാൻ പറഞ്ഞില്ല, തലവെട്ടി കളയുന്നതിനകത്ത് ഇല്ലെന്ന് പിള്ളേരൊക്കെ ഇരുന്ന് കാണുമായിരുന്നു തിയേറ്ററിൽ. ഏതെങ്കിലും കുട്ടികൾക്ക് ട്രോമ ഉണ്ടായിരുന്നു പറഞ്ഞാൽ കേസ് കൊടുത്താൽ കാശ് കിട്ടും. താല്പര്യമുള്ളവർ ഇടപെടുക. ഏതെങ്കിലും വക്കീലിനെ പോയി കണ്ടിട്ട് കുട്ടികൾക്ക് ട്രോമ ഉണ്ടായി, കൊച്ചത് കഴിഞ്ഞപ്പോൾ പേടിച്ചു, കരഞ്ഞു, സ്വപ്നം കണ്ടപ്പോൾ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ മതി. കൊച്ചിന് സ്വപ്നം കണ്ടതെന്ന് ഓർമ്മ കാണത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് പേരൻസിന് വേണമെങ്കിൽ കേസ് കൊടുത്താൽ കാശ് കിട്ടും കേട്ടോ. ആർക്കെങ്കിലും വേണേ എടുത്ത് യൂസ് ചെയ്യും. എനിക്ക് കുട്ടികളില്ല, അല്ലെ ഞാൻ കാണിക്കാം. ഈ പടത്തിന് കയറ്റി ഇരുത്തുകയും ചെയ്യും. കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കേസ് കൊടുത്ത് സ്റ്റേ മേടിച്ച് അങ്ങ് പോയേനെ. പിന്നെ എനിക്ക് പിന്നെ പൈസ തന്നിട്ട് അത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളത് ആ സീൻ കട്ട് ചെയ്യാനല്ലേ പറയത്തുള്ളൂ. പൈസ മേടിക്കേണ്ടവർക്ക് മേടിക്കാം, അല്ലാത്തവർക്ക് സിനിമകൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റുന്ന വകുപ്പ് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും കിട്ടും. അങ്ങനെയുള്ള വല്ല ഐഡിയ തോന്നിയാൽ പറഞ്ഞാൽ മതി. നമുക്ക് അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. രസമായിരിക്കും, കോമഡി ആയിരിക്കും. ഇവർ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അവർ വലിയ കേസൊക്കെ കൊടുക്കും, അങ്ങോട്ട് കേസ് ഇങ്ങോട്ട് കേസ്, ഭയങ്കര വലിയ ആൾക്കാരാണ്. പക്ഷെ ഇവർ ചെയ്ത് കൂട്ടുന്ന അതിലും വലിയ തെണ്ടിത്തരവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ വോയിസ് ഒന്നും ഇല്ല, ആർക്കും വലിയ വോയിസ് ഉള്ളവരൊന്നും അല്ല ഇവിടെ. എന്തിനാട്ടെ ശരിയെന്നാ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് മറ്റിടത്തോട്ടും മറിച്ചിടത്തോട്ടൊക്കെ മാറിപ്പോയെങ്കിലും സാരാംശം ഏകദേശം കാര്യങ്ങളൊന്നൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം, ഓണാശംസകൾ. കേരളത്തിലെ എല്ലാവർക്കും ഓണാശംസകൾ വന്നിട്ടുണ്ടായിരുന്നു. കേട്ടാന്ന് ആരെങ്കിലും?